അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. നമ്മൾ ധാരാളം ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്. അതിലേറ്റവും പോപ്പുലറായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഈ ഓറഞ്ച്. ഈ ഓറഞ്ചിന് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഒരു വലിയ പാഠമുണ്ട്. എന്താണെന്നല്ലേ കാണിച്ചു തരാം. ഈ കാണുന്ന സീഡ്സ് അഥവാ കുരുക്കൾ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറില്ല അല്ലേ. മൊത്തം ഓറഞ്ചിൻ്റെ ഒരു 2-3% മാത്രമേ ഉണ്ടാവുള്ളൂ ഈ കാണുന്ന ചെറിയ സീഡ്സ്. ഒരുപക്ഷെ നമ്മൾ ഉപയോഗിക്കാതെ മാറ്റിവെച്ച ഈ സീഡ്സ് നമ്മൾ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇതിനെ മണ്ണിനടിയിൽ കുഴിച്ചിട്ട് വെള്ളമൊഴിച്ചാൽ നോക്കൂ, ഒരു ഓറഞ്ച് മരമുണ്ടാകാം. അതിൽ നിന്ന് ഒരുപാട് ഓറഞ്ച് മരങ്ങൾ ഉണ്ടാകാം. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ഓറഞ്ചുകൾ ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തമുള്ള ഒരു ഓറഞ്ചിൻ്റെ തോട്ടമുണ്ടാകാൻ നമ്മൾ മാറ്റിവെച്ച ഉപയോഗിക്കാത്ത ഈ 2.5% കുരുക്കൾ കൊണ്ട്, സീഡ്സ് കൊണ്ട് സാധിക്കും. നോക്കൂ, ഇത് തന്നെയാണ് സക്കാത്ത് എന്ന കോൺസെപ്റ്റിൻ്റെ ആത്മാവും. നമ്മൾ സമ്പാദിച്ചതിൻ്റെ 2.5% അർഹിക്കുന്നവൻ്റെ കയ്യിൽ എത്തിച്ചു കൊടുത്താൽ അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓറഞ്ച് കുരുക്കൾ നിന്നും ഓറഞ്ച് പൂന്തോട്ടം ഉണ്ടായതുപോലെ സമ്പത്ത് കുമിഞ്ഞു കൂടും. സമ്പത്ത് ധാരാളമായി വർദ്ധിക്കുന്ന ഒരു പ്രോസസ്സാണ് സക്കാത്ത് എന്ന കോൺസെപ്റ്റിലൂടെ വിശ്വാസികൾ എൻജോയ് ചെയ്യുന്നത്. നോക്കൂ, കൊടുക്കുന്നവന് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് അത്രമേൽ ആഴത്തിൽ ഈ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കൊടുക്കുമ്പോൾ തിരിച്ചു പ്രതീക്ഷിച്ചിട്ട് അല്ല കൊടുക്കേണ്ടത്, ദാനമായുമല്ല കൊടുക്കേണ്ടത്. അവൻ്റെ അർഹത എൻ്റെ കയ്യിലുണ്ടെന്നും ആ അർഹത ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്ന ബോധ്യത്തോടുകൂടി തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സെൽഫ്ലെസ്സായി കൊടുക്കുമ്പോഴാണ് യഥാർത്ഥ കൊടുക്കലാകുന്നത്. പലപ്പോഴും നമ്മൾ ചാരിറ്റി ചെയ്യാറുണ്ട്. വീടുകളിൽ വരുന്ന അതിഥികൾക്ക് നമ്മൾ നമ്മുടെ വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട്, ആഹാരങ്ങൾ കൊടുക്കാറുണ്ട്, പൈസ കൊടുക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും വസ്ത്രങ്ങൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇട്ട് മുഷിഞ്ഞ് ഉപേക്ഷിച്ച വസ്ത്രങ്ങൾ കൊടുക്കുന്ന ഒരു പ്രാക്ടീസ് നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യാറുണ്ട്. അതല്ല കൊടുക്കൽ. നമ്മൾ ഉപേക്ഷിച്ചത് കൊടുക്കുന്നതല്ല യഥാർത്ഥ കൊടുക്കൽ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് യഥാർത്ഥ കൊടുക്കലായി മാറുന്നത്. അതാണ് ചാരിറ്റി പ്രോസസ്സിലൂടെ ഒരു വിശ്വാസിയെ ട്രെയിൻ ചെയ്യുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ വരുന്ന അതിഥികൾക്ക് ആയിഷ റളിയല്ലാഹു അൻഹ അത്തറിൽ മുക്കി ചില്ലറ പൈസ കൊടുത്തപ്പോൾ സഹാബികൾ ചോദിച്ചു, അല്ലയോ ഉമ്മ, നിങ്ങൾ എന്തിനാണ് അത്തറിൽ മുക്കി ഈ ചില്ലറ പൈസ കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാൻ കൊടുത്തത് എൻ്റെ റബ്ബിനാണ്, എൻ്റെ ദൈവത്തിനാണ്, എൻ്റെ പടച്ചവനാണ്. ഞാൻ കൊടുത്തത് മനുഷ്യനല്ല. കൊടുക്കുമ്പോൾ നമ്മളുടെ ഇൻറ്റൻഷൻ കൊടുത്തത് ദൈവത്തിനായിരിക്കണം. കൊടുത്തത് എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന് കൊടുക്കുന്ന രീതിയിൽ കൊടുക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് നമ്മളുടെ കൊടുക്കലും വാങ്ങലുമൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആകുന്നത്. അത്തരം കൊടുക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.